നമ്മുടെ സമൂഹത്തിൽ 90% പാരൻസും കുട്ടികൾ കരയുമ്പോൾ അവരുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് TV ഓൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ TV ക്ക് പകരം എല്ലാവരും സ്മാർട്ട് TVs ആണ്. സ്മാർട്ട് TV ഓൺ ചെയ്ത് ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ വെച്ച് കൊടുക്കണം. ഒരു കാരണവശാലും 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ നമ്മൾ സ്ക്രീൻ ടൈം കൊടുക്കരുത്. അത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയാണ് ബാധിക്കുന്നത്. നമ്മളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഏകദേശം 90%-ലധികവും ആദ്യ 2 വർഷങ്ങളിലാണ് സംഭവിക്കുന്നത്. ഈ സമയത്ത് ഈ സ്ക്രീൻ എക്സ്പോഷർ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെയും സോഷ്യലൈസേഷനെയും വളരെ ബാധിക്കും. അത് സാമൂഹികമായ ഇടപെടലുകളെയും ബാധിക്കും. അവരെ സംബന്ധിച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. ഒറ്റ ഡയറക്ഷനുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. സ്ക്രീനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് മാത്രം അവർ ക്യാച്ച് ചെയ്യുന്നു. അവരെ സംബന്ധിച്ച് അങ്ങോട്ടൊന്നും പറയണ്ട. അവർ ചുറ്റുപാടുമുള്ള ലോകത്തെ തന്നെ അങ്ങനെയാണ് കാണുന്നത്. ഈ സ്ക്രീൻ ടൈം അധികമായിട്ടുള്ള കുട്ടികളിൽ പലപ്പോഴും നമ്മൾ കാണുന്ന പ്രശ്നങ്ങളാണ് ലാംഗ്വേജ് ഡിലേ, സംസാരം വളരെ വൈകി സംസാരിക്കുന്നു. അതുപോലെ വിർച്വൽ ഓട്ടിസം, ആരുടെയും മുഖത്ത് നോക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുക. അവർ പലപ്പോഴും ഓടി നടക്കുന്നു, ആരുടെയും മുഖത്ത് നോക്കുന്നത് അവരുടേതായ ഒരു ലോകത്തിൽ, വിർച്വൽ വേൾഡിലായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾ. പാരൻസ് പലപ്പോഴും പറയും 1 മുതൽ 100 വരെ കുട്ടികൾ നന്നായി എണ്ണും, അല്ലെങ്കിൽ കലണ്ടറിലെ എല്ലാ ലെറ്റേഴ്സും അവർ പറയും, കലണ്ടറിലെ എല്ലാ മാസങ്ങളും അവർ പറയും. പക്ഷേ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. അവരുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നോക്കുന്നില്ല. അവരോട് നമ്മൾ കയ്യിലിരിക്കുന്ന ഒരു സാധാരണ കോമൺ ആയിട്ടുള്ള ഒരു പേന കാണിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്കത് പറയാൻ സാധിക്കില്ല. കാരണം അവർ നമ്മളുടെ ചോദ്യങ്ങളെ അവർ ശ്രദ്ധിക്കുന്നേയില്ല. കുട്ടികൾ ചുറ്റുപാടുമായി ഇടപഴകി കളിക്കട്ടെ, അവരോട് കൂടുതൽ നിങ്ങൾ ഇൻട്രാക്റ്റ് ചെയ്യുക. അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും.